പവിത്രൻ സീരിയലിൻ്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. നിൻ്റെ അമ്മ വേദയെയും കൂട്ടി അവളുടെ വീടിൻ്റെ അകത്തുള്ള ഒരു മുറിയിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് വേദ ചോദിക്കും, എന്താ അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ആ മുറി നിറച്ച് പുസ്തകങ്ങളും അതുപോലെ കമ്പ്യൂട്ടറുകളും പഴയ ഓർമ്മകളുമെല്ലാം ആയിരിക്കും. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് തരുണിൻ്റെ അമ്മ പറയും, ഇതെല്ലാം തരുണിൻ്റെ അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ്റെ ഉപയോഗിച്ച സാധനങ്ങളും എല്ലാമാണ്. അതിനുശേഷം ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത് തരുണായിരുന്നു. സിവിൽ സർവീസിന് ചേർന്നിരുന്ന സമയത്ത് ഇവിടെയുള്ള പുസ്തകങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാണ് അവൻ ജോലി നേടിയെടുത്തത്. അതുപോലെ ഇനി മോളും നേടിയെടുക്കണം എന്ന് പറയുകയാണ് തരുണിൻ്റെ അമ്മ വേദയോട്. അപ്പോൾ വേദയ്ക്കൊന്നും മനസ്സിലാവില്ല. തരുണിൻ്റെ അമ്മ പറയും, നീ LLB കഴിഞ്ഞവളല്ലേ, അതുകൊണ്ട് നീ ഇനിയുള്ള ജോലി നോക്കണം. തരുണിൻ്റെ അമ്മ പറയും, നീ നല്ലൊരു ജോലി നേടിയെടുക്കണം, നല്ല വരുമാനം ഉള്ള ജോലി. അതിന് ഇനി വരുന്ന UPS എക്സാം നീ എഴുതണം എന്ന് പറയുകയാണ്. വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ഇഷ്ടം തോന്നില്ല. ആ സമയത്ത് തരുണിൻ്റെ അമ്മ പറയും വേദയോട്, നീ വലിയ നിലയിലെത്തിയാൽ നമുക്ക് തരുണിനോട് കാര്യങ്ങളെല്ലാം പറയാം, നിന്നെയും മോളെയും കുറിച്ച്. തരുണിൻ്റെ അമ്മ അവിടെ നിന്നും ഒരു ബുക്ക് എടുത്ത് വേദക്ക് കൊടുക്കും. വേദ അത് വാങ്ങിച്ച് മറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസുകാരനെയും അതുപോലെ വിക്രമിനെയും ആണ്. വിക്രം പോലീസുകാരനോട് പറയും, സാർ ഞാൻ ഇനി അങ്ങോട്ടേക്ക് സാറ് പറഞ്ഞ കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ജയിലിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു കരിയർ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇനി തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെയും വേദയുടെയും അടുത്തോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ട് എന്ന് അവരറിയണം എന്ന് പറയുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ പറയും, നീ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ചെന്ന് അവിടുത്തെ ചാർജ് നിനക്ക് തരാം, അവിടെ ചെന്ന് നീ പഠിക്കാൻ നോക്കും. പോലീസുകാരൻ പറയും, നിനക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ഉണ്ടാക്കിത്തരാം, അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാനുള്ള സംവിധാനവും. പിന്നീട് കാണിക്കുന്നത് വേദ തുടർ പഠനം നടത്തുന്നതും അതുപോലെ വേദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തരുണും അമ്മയും വേദയെ തുടർന്ന് പഠിപ്പിക്കുന്നതുമാണ്. അതുപോലെ ജയിലിൽ നിന്നും വിക്രം തുടർ പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്. വേദയുടെ അച്ഛനെ വിളിക്കും. വേദ ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് നെട്ടി നിൽക്കുകയാണ് വേദയുടെ അച്ഛൻ. എന്നിട്ട് ചോദിക്കും, എവിടെയാ മോള്, ഇത്രയും കാലം എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാൻ. ആ സമയത്ത് വേദ പറയും, ഞാൻ അച്ഛനക്ക് വിളിച്ച കാര്യം ആരും അറിയരുത്, അമ്മ പോലും അറിയരുത്, അച്ഛൻ എൻ്റെ അടുത്തോട്ടേക്കൊന്ന് വരണം, അങ്ങനെ മസൂരയിലോട്ട് വരണം എന്ന് പറയുകയാണ്. ആ സമയത്ത് വേദയുടെ അച്ഛൻ ചോദിക്കും, മസൂരയിലോട്ടോ? അതെ എന്ന് പറയും. ഇവിടെ ഞാൻ ട്രെയിനിങ്ങിലാണെന്ന് പറയും. ആ സമയത്ത് വേദയുടെ അച്ഛൻ ചോദിക്കും, ട്രെയിനിങ്ങിലോ? വേദയുടെ അച്ഛൻ ചോദിക്കും, മസൂരയിലോ? ആ സമയത്ത് വേദ പറയും, അതെ ഞാൻ ട്രെയിനിങ്ങിന് സിവിൽ സർവീസിന് എന്ന് പറയാണ്. അത് കേൾക്കുന്ന വേദയുടെ അച്ഛന് സന്തോഷമാകുന്നുണ്ട്. എന്ത് സിവിൽ സർവീസിനോ എന്ന് ചോദിക്കുകയാണ്. വേദ അച്ഛനോട് പറയും ഉടനെ കാണണം എന്ന്. ആ സമയത്ത് വേദ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്ത ശേഷം വേദയുടെ അച്ഛൻ വേദ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ആരോടും പറയരുത്, അമ്മയോട് പോലും പറയരുത് എന്നത്. പിന്നീട് വേദയെ കാണാൻ മസൂരയിലോട്ട് ചെല്ലുന്നുണ്ട് വേദയുടെ അച്ഛൻ പറയും, ഏതൊരച്ഛൻ്റെയും അഭിമാനമാണ് സ്വന്തം മോള് പഠിച്ച് വലിയ നിലയിലെത്തുന്നത് കാണുന്നത്. അതിൽ ആനന്ദിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോളെ, ഇത്രയും കാലം എന്നെ പോലും അറിയിക്കാതെ മറഞ്ഞു നിന്നത് എന്തിനാണ്? ആ സമയത്ത് വേദ പറയും, അത് അച്ഛനറിയാലോ. അച്ഛൻ ചോദിക്കും, എങ്കിൽ കുഞ്ഞെവിടെ? പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ശ്രീകാന്ത് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തും ദർശനയും ഒറ്റ സംഘമാണ്, അവർ നിന്നെ ആക്രമിക്കാൻ നിൽക്കും, നിന്നെയും കുഞ്ഞിനെയും ആക്രമിക്കാൻ നിൽക്കും എന്ന ഭയമാണ് എങ്കിൽ കുഞ്ഞെവിടെ? ആ സമയത്ത് വേദ പറയും, കുറേ പറയാനുണ്ട് അച്ഛനോട്, പക്ഷേ ഒന്നും പറഞ്ഞാൽ അച്ഛന് തൃപ്തിയാവില്ല. അച്ഛനക്ക് എന്നോട് 100 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും, പക്ഷേ എനിക്കിപ്പോൾ അത് അച്ഛനോട് പറയാൻ പറ്റില്ല. ഒരിക്കൽ അച്ഛനോട് എല്ലാം ഞാൻ പറയാം. വേദയുടെ അച്ഛൻ പറയും, വിക്രമിനെ രക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ വേണം, അത് നമ്മൾക്ക് കിട്ടിയില്ല. വേദ പറയും, ശ്രീകാന്തേട്ട ഇപ്പോഴും എൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം, അത് തന്ത്രപരമായി ഒഴിവാക്കണം, അതിന് അച്ഛൻ്റെ സഹായം എനിക്ക് വേണം. വേദയുടെ അച്ഛൻ ചോദിക്കും, അതിന് ഞാൻ എന്ത് ചെയ്യണം? വേദ കാര്യങ്ങളെല്ലാം അച്ഛന് പറഞ്ഞു കൊടുക്കും. വേദയുടെ അച്ഛൻ ചോദിക്കും, ഇത് വല്ല തീക്കൊള്ളി പോലെ ചെയ്യുന്നത് പോലെ ആകുമോ? ആ സമയത്ത് വേദ പറയും, ഞാൻ പറയുന്നത് പോലെ ഒന്ന് അച്ഛൻ ചെയ്താൽ മാത്രം മതി. വേദ പറയും, അച്ഛാ എനിക്ക് ക്ലാസ് ഉണ്ട്, കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കഴിയും. വേദ പറയും അച്ഛനോട്, അച്ഛൻ ചെന്ന് വിക്രമിനെ കാണണം, എന്നിട്ട് ഇങ്ങനെ പറയണം, ഈ എവിടെയോ ഒരു മൂലയിൽ വേദ കാത്തിരിപ്പുണ്ട്, അതുപോലെ ഒരുപാട് സർപ്രൈസുകളുമായിട്ട്. നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരോടും പറയരുത്, ഞാൻ അച്ഛനെ അങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോകും. ശ്രീകാന്ത് വേദയുടെ അച്ഛനെ വിളിച്ച് വരുത്തുന്നുണ്ട്. വിളിച്ചു വരുത്തിയതിന് ശേഷം അച്ഛനെ അപമാനിക്കുകയാണ് ശ്രീകാന്ത്. ആ സമയത്ത് വേദയുടെ അച്ഛൻ ചോദിക്കും, നീ എന്നെ
അപമാനിക്കാനാണോ വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കും. ആ സമയത്ത് ശ്രീകാന്ത് ചോദിക്കും, നിങ്ങൾ കുറച്ച് ദൂരെ യാത്ര ചെയ്തു എന്നൊക്കെ അറിഞ്ഞല്ലോ, എന്തേ വേദയെ കണ്ടുപിടിച്ചോ ചോദിക്കുകയാണ്. ആ സമയത്ത് വേദയുടെ അച്ഛൻ പറയും, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി, പക്ഷേ ആ കുഞ്ഞ് മരിച്ചു പോയി. അവൾ പ്രസവിച്ച ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് അതിൻ്റെ തെളിവുകളെല്ലാം ലഭിച്ചു എന്ന് പറയുകയാണ്. പിന്നീട് ശ്രീകാന്ത് പറയും, ഇനി ആ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിലോട്ട് ആക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വേദയുടെ അച്ഛൻ പറയും, നിങ്ങൾ ഒപ്പിടാൻ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ അച്ഛൻ കാറിലോട്ട് പോകും. കാറിലോട്ട് കയറുന്ന സമയത്ത് വേദയുടെ അച്ഛൻ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് വേദ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്നും കുഞ്ഞിനെ കണ്ട് വീഡിയോ കോളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് വേദ വീട്ടിലോട്ട് തിരിച്ച് വരണേന് വേദയെ കണ്ടുകൊണ്ട് കുഞ്ഞ് ഓടി വരുന്നുണ്ട്. എന്നിട്ട് വേദ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മയും തരുണും അകത്തു നിന്നും പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹായ് വേദ എന്ന് തരുൺ പറയുന്നുണ്ട്. പിന്നീട് തരുൺ കുഞ്ഞിനെ വേദയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. ആ സമയത്ത് വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട്. പിന്നീട് അമ്മ വേദയോട് പറയും, മോളെ വാ അകത്തോട്ടേക്ക് കയറി ഇരിക്കാം എന്ന് പറയാണ്. ഇതാണ് ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.